ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന കുറച്ച് ചിന്തകൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു കഥയാണ് കേട്ടോ, ഇതൊരു സാങ്കല്പിക കഥയാണ്. ഒരിക്കൽ അന്തോണീസ് പുണ്യവാളനും സാക്ഷാൽ സാത്താനായ ലൂസിഫറും കൂടി സായാഹ്ന സവാരിക്കിറങ്ങി. കഥയിൽ ചോദ്യമൊന്നുമില്ല, ജസ്റ്റ് കഥയാണ്. അവർ സ്വർഗരാജ്യത്തെയും നരകത്തെയും വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് റോഡിൻ്റെ വശത്തുകൂടെ മെല്ലെ മെല്ലെ നടന്നു നീങ്ങുകയായിരുന്നു. റോഡിൻ്റെ മറുവശത്തു കൂടി ഒരു മനുഷ്യൻ എന്തോ അന്വേഷിച്ച് നടക്കുന്നത് അന്തോണീസ് പുണ്യവാളൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് അയാൾ കുനിഞ്ഞ് നിലത്ത് നിന്ന് എന്തോ കയ്യിലെടുത്തു. അനേകകാലം അന്വേഷിച്ച് നടന്ന ഒന്ന് കണ്ടുകെത്തിയ സന്തോഷത്തിലായിരുന്നു അത്. ഉടനെ അന്തോണീസ് പുണ്യവാളൻ ലൂസിഫറിനോട് പറഞ്ഞു, ഇതാ അയാൾ സത്യം കണ്ടെത്തിയിരിക്കുന്നു, ഇനിയും അയാളെ വഞ്ചിക്കാൻ നിനക്കാവില്ല, അയാൾ നിനക്കൊരു വെല്ലുവിളിയുമായിരിക്കും. ലൂസിഫർ ഇത് കേട്ട് അസ്വസ്ഥനാകും എന്ന് കരുതി പുണ്യവാളനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, ഒരിക്കലും അവന് എനിക്ക് എതിരാളി ആകില്ല, മറിച്ച് സഹായിയായിരിക്കും. അതെങ്ങനെ? ഒന്നും മനസ്സിലാകാതെ പുണ്യവാളൻ ചോദിച്ചു. സാത്താൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, താൻ കണ്ടെത്തിയ സത്യത്തെ പ്രചരിപ്പിക്കുന്നതിനായി ഒരു പ്രസ്ഥാനം തുടങ്ങുവാൻ ഞാൻ അയാൾക്ക് പ്രചോദനം നൽകും. അതിനാവശ്യമായ പണവും ആൾബലവും ഞാൻ ഒരുക്കും. അങ്ങനെ തൻ്റെ ഊർജവും സമയവും മുഴുവനായി തന്നെ ആ പ്രസ്ഥാനത്തിലേക്ക് നൽകി അയാളുടെ ആയുസ് തീരും. ഏത് സത്യത്തിനു വേണ്ടിയാണോ ഈ പ്രസ്ഥാനം തുടങ്ങിയത്, അതേ സത്യത്തെ തന്നെ ഈ പ്രസ്ഥാനം വഴി ഞാൻ നിർവീര്യമാക്കും. നിങ്ങൾ എൻ്റെ ചിന്ത മനസ്സിലാക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന ചിന്ത മനസ്സിലാക്കണം. മാത്രമോ അനേകം സത്യാന്വേഷികളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ച് അവരുടെ സത്യാന്വേഷണത്തിന് അവസരം വരുത്തും. ഏറ്റവും ഒടുവിലായി പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്കിടയിൽ ഒരല്പം സ്വാർത്ഥതയും മത്സരവും വിതച്ചാൽ എൻ്റെ ദൗത്യം പൂർണ്ണമാകും. കാരണം പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാകും, കലഹം തുടങ്ങും, വാദപ്രതിവാദങ്ങൾ ആരംഭിക്കും. അങ്ങനെ അവരെല്ലാം എൻ്റെ അനുയായികളായി തീരും. അതോടെ അവർക്ക് സത്യം ആവശ്യമില്ല, പ്രസ്ഥാനം മതി എന്ന അവസ്ഥയാകും. ഇത് സഭയ്ക്കും രാഷ്ട്രീയത്തിനും ലോകത്തിന് മുഴുവൻ സംഭവിക്കാവുന്നൊരു കാര്യം ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് പറയുകയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിർവൃതിയോടെ ലൂസിഫർ തൻ്റെ കുംഭകുലിക്കൊരു ചിരിച്ചു. അന്തോണീസ് പുണ്യവാളൻ ഒന്നും പറയാനാവാതെ അല്പനേരം തെറിച്ചു പോയി. ഇത് ഒരു കഥയിൽ കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇത് വെറുമൊരു തമാശ കഥയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതങ്ങളിലും സഭയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തെയാണ് ഞാൻ അനാവരണം ചെയ്തത്. സത്യത്തിൽ പ്രസ്ഥാനങ്ങൾക്ക് സത്യത്തെ പ്രചരിപ്പിക്കാനാവില്ല പ്രിയമുള്ളവരെ, എന്നാൽ സത്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാണ്. മനസ്സിലാക്കണം, ഞാൻ ഒന്നുകൂടി ആ വാക്ക് പറയാണ്. പ്രസ്ഥാനങ്ങൾക്ക് സത്യത്തെ പ്രചരിപ്പിക്കാനാവില്ല, മറിച്ച് സത്യത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അത് സാധ്യമാണ്. അത്തരത്തിലുള്ള വ്യക്തികളുടെ കൂട്ടായ്മയും ശുശ്രൂഷകളും പ്രസ്ഥാനങ്ങളായി മാറുമ്പോൾ മാനുഷിക ദൃഷ്ടിയിൽ അതിൽ അംഗീകാരവും വളർച്ചയുമാണ്. എന്നാൽ ആത്മീയമായി നോക്കുമ്പോൾ അത് തകർച്ച തന്നെയാണ്. സഭ എന്നൊരു സ്ഥാപനമായി വളർന്നിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ ഒരു പ്രസ്ഥാനം പോലെ കർത്ത ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്, അതും സത്യമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ചലനങ്ങൾ ഉണ്ടാക്കുവാൻ, രാജ്യത്തെ സുവിശേഷവൽക്കരിക്കുവാൻ എന്തുകൊണ്ട് ഇന്നത്തെ സഭയ്ക്ക് പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല? നമ്മുടെ ഊർജ്ജം മുഴുവൻ സഭയുടെ സംവിധാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സംരക്ഷിക്കാനായിട്ട് ചെലവഴിക്കപ്പെടുന്നത്. ഇതിനിടയിൽ സഭയുടെ യഥാർത്ഥ ദൗത്യം അല്ലെങ്കിൽ യഥാർത്ഥം നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് യഥാർത്ഥ ദൗത്യം പോലും നമ്മൾ വിസ്മരിക്കപ്പെടുന്നു. പ്രസംഗിക്കുവാനും എഴുതുവാനും മാത്രമായി സൂക്ഷിക്കപ്പെടുന്ന ഒരു വിഷയം പോലെയായി സുവിശേഷവൽക്കരണം.
സുശേഷവൽക്കരണ ദശകം ആരംഭിച്ചപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ കത്തോലിക്ക രൂപതകളും അവയ്ക്ക് വേണ്ടി പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളും ഡയറക്ടർമാർ രൂപം കൊണ്ട് ചർച്ചകളും പദ്ധതികളുണ്ടായി നമുക്കറിയാം. എന്നിട്ടും സുവിശേഷം കേൾക്കാത്ത എത്ര പേർക്ക് സുവിശേഷം കേൾക്കാനുള്ള അവസരം ഓരോ രൂപത ഉണ്ടാക്കി കൊടുക്കും നമുക്ക് ചിന്തിക്കാം. ഈ വർഷങ്ങളിൽ എത്ര മിഷണറിമാരെ പരിശീലിപ്പിച്ച് ഒരുക്കിവിടാൻ നമുക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. എത്ര സുശേഷകർക്ക് അവരുടെ ശുശ്രൂഷകൾ സാമ്പത്തികമായോ അല്ലാതെയോ പിൻബലം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ രൂപതയുടെയും ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം സുവിശേഷവൽക്കരണത്തിനായിട്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. സഭ സ്വഭാവേനെ, അതായത് സ്വയമായി തന്നെ, അല്ലേ, സ്വയമായി തന്നെ എന്താണ്, ഒരു മിഷണറിയാണ്. അതിനായി ആ സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ അത് സഭയല്ലാതായി തീരും. എല്ലാവിധ ജീർണതകൾക്കും അത് വിധേയമാവും. മധ്യപൗരസ്ത്യ ദേശത്തെ സഭകൾക്കെല്ലാം സംഭവിച്ച് അതാണ്. അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച പൗരസ്ത്യ ദേശ സഭകൾ മിഷണറി ദൗത്യം മറന്നു. ഇസ്ലാമിൻ്റെ ആവിർഭാവമാണെന്ന് അവർ പറയാൻ കാരണപ്പെട്ടു. പക്ഷേ സത്യം അതല്ല. അവിടുത്തെ സഭ ദുർബലമായത് കൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളുടെ ചിന്തകളിലേക്ക് അവർ കടന്നു വന്നത്. അധികാരങ്ങൾക്കും പീഡനങ്ങൾക്കും സഭയെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ റോമിൽ സഭ ഉണ്ടാവുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, എത്രമാത്രം പീഡനങ്ങളും എതിർപ്പുകളും അവിടെ ഉണ്ടായി. എന്നിട്ടും സഭ അവിടെ തഴച്ചു വളർന്നു. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവിടെ സഭ തഴച്ചു വളർന്നു. ഏതൊരു വിശ്വാസത്തെയും പ്രത്യയശാസ്ത്രത്തെയും അതിജീവിക്കാനുള്ള കഴിവ് സുവിശേഷത്തിനുണ്ട്. സുവിശേഷമാണ് നമ്മുടെ ശക്തി. അതാണ് സഭയ്ക്ക് ഭാരമേൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധിയും. അത് കാത്തു സൂക്ഷിക്കാനുള്ളതല്ല, കൊടുക്കുവാനുള്ളതാണ്. എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണം, കൊടുക്കുന്നവരുടെ രീതികൾ എന്തൊക്കെയാണ്, കുറവുകൾ ആർക്കാണ്, കൊടുക്കുവാൻ അവകാശം ആർക്കാണ്, എവിടെയെല്ലാം കൊടുക്കേണ്ടത് ആർക്കാണ്. നമ്മുടെ സമയം വെറുതെ കളയരുത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അടിയന്തരമായി ആവശ്യമായിരിക്കുന്നത് സുവിശേഷമാണ്. അത് കൊടുക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ കൊടുക്കാതിരിക്കുന്നത് ഈ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയും ക്രൂരതയുമാണ്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന സത്യത്തെ നിർവീര്യമാക്കാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സഭയെ ഉണർത്തുവാനും ഉയർത്തുവാനുമായി ദൈവം കനിഞ്ഞു നൽകിയ കാര്യമാണ് കരിസ്മാറ്റിക് നവീകരണം. പക്ഷേ അത് ഇന്ന് ദുർബലമായി പോയി. ധ്യാന കേന്ദ്രങ്ങളും ശുശ്രൂഷകളും പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ സഭയുടെ സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾക്കുണ്ടായ അതേ ജീർണത കരിസ്മാറ്റിക് നവീകരണത്തിനും സംഭവിച്ചു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് കൊണ്ട് അതല്ലാതായിട്ട് മാറുന്നില്ല. പണ്ട് പള്ളികളിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, പണ്ട് പള്ളികളിൽ അമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, കഥാപ്രസംഗമോ നാടകമോ ഒക്കെയാണ് നടത്തിയിരുന്നത് പണ്ട് കാലങ്ങളിൽ. അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയിട്ടൊന്നും പണ്ട് കാലത്ത് സിനിമ ആരും കാണില്ലായിരുന്നു. പള്ളിയിലെ പെരുന്നാളുകൾക്ക് ഒരു സിനിമ സ്ക്രീൻ കെട്ടി പള്ളിക്ക് മുമ്പത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ മാറി. ഇപ്പോൾ കൺവെൻഷന് ധ്യാനവും നടത്തുന്നു. ഡിസംബറിൽ ഒരു കൺവെൻഷൻ, നോയമ്പിന് മുമ്പായിട്ട് ഒരു കൺവെൻഷൻ എല്ലാ പള്ളികളിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടാൻ കഴിവുള്ള, പണ്ടെങ്ങനെയാണ് ഈ കഥാപ്രസംഗമൊക്കെ മറ്റൊക്കെ അന്വേഷിക്കുമ്പോൾ എന്താ ചെയ്യുക, ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിവുള്ള കാതികനെ അന്വേഷിക്കും. കഥാപ്രസംഗം എന്ന കാലം പോലെ ഇപ്പോൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിവുള്ള കാതികനെയും നാടക കമ്പനിക്കാരെയൊക്കെ അന്വേഷിച്ചതിന് പകരം ഇപ്പോൾ ആളെ കൂട്ടാൻ കഴിവുള്ള വചന പ്രഘോഷകനെയും ടീമിനെയും അന്വേഷിക്കുന്നു. അത്രമാത്രം. ലക്ഷ്യം അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. എന്താണ്? ആൾ കൂടണം,
ഗംഭീരമാകണം. നമുക്കിനിയും പുതിയൊരു പെന്തക്കോസ്ത അനുഭവം വേണം. പുതിയൊരു നവീകരണം നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതിനാൽ നമ്മളെല്ലാവരും ഹൃദയം തുറന്ന്, ഞാൻ പറഞ്ഞ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ മുട്ടിപ്പായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് വിട്ടുകൊടുക്കാം ദൈവസന്നിധിയിലേക്ക്. കർത്താവെ, അവിടുത്തെ നൽകിയ സഭയുടെ ഞങ്ങൾക്ക് നൽകിയ പെന്തക്കോസ്ത അനുഭവം ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും മൂലം നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും പശ്ചാത്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോടും ഞങ്ങളുടെ സഭയോടും കരുണ തോന്നണമേ. ഒരിക്കൽ കൂടി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ കാലഘട്ടത്തെ ഉണർത്തണമേ. വീണ്ടും ഒരു പെന്തക്കോസ്ത നൽകി ഞങ്ങളെ ഒരുക്കണമേ, നവീകരിക്കണമേ. എല്ലാ സന്യാസ സമൂഹങ്ങളെയും സഭാ സംവിധാനങ്ങളെയും അങ്ങ് സന്ദർശിക്കണമേ. അങ്ങനെ സകലതിനെയും പുതിയതാക്കി മാറ്റി നിന്റേതാക്കുന്ന നാളുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു പെന്തക്കോസ്ത അനുഭവം ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളെല്ലാവരെയും, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും നവീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.